ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോഴത്തേനും ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ ഹോംലി മീൽസും അതുപോലെ തന്നെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം ഫ്രൈഡേ ആണ്, വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡിന്നറും കാര്യങ്ങളും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയുമാണ്. പിന്നെ നമ്മൾ രാവിലത്തെ ചായ. അപ്പോൾ ചായ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിക്കാൻ റെഡിയാക്കുന്നത് നല്ല ചൂട് പുട്ടാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് നല്ല പതപ്പിച്ച നല്ല ചൂട് ചായ. പിന്നെ ഞാൻ പുട്ടെടുത്തിട്ടുണ്ട്, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ചിരട്ട കുറ്റിയിലാണ് റെഡിയാക്കിയത്. നല്ല അടിപൊളി ചൂട് പുട്ട്. പിന്നെ പുട്ടിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമ തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വെജ് കുറുമ എന്ന് പറയുന്നത്. പിന്നെ പുട്ടും ചിക്കൻ ഫ്രൈയും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈയും ഉണ്ട്, രാവിലെ കുറച്ച് ഫ്രൈയും എടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ കുറുമയിൽ കൂടുതൽ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുള്ള തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള പച്ചത്തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള, എരിവൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എരിവൊക്കെ കുറച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുറുമക്കറി, വെജിറ്റബിൾ കുറുമയും പിന്നെ നല്ല ചൂട് പുട്ടും ഒരു ഗ്ലാസ് ചായയും. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് സ്നാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഫ്രൈഡേ ആണെങ്കിൽ പോലും ഇക്കാക്ക് ഓഫീസൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഈവനിങ് ആകുമ്പോൾ നമ്മൾ സാധാരണ ഫ്രൈഡേയ്സിൽ ഈവനിങ് ഒന്ന് പുറത്ത് പോകാറുണ്ട്. കാരണം എല്ലാ സൺഡേയ്സിലും ഇപ്പോൾ എൻഗേജ്ഡ് ആണ്. കാരണം ഡെസേർട്ട് പരമായിട്ടുള്ള ആക്ടിവിറ്റീസ്, പിന്നെ ക്രിക്കറ്റ്, ഡെസേർട്ട് ഒക്കെ കാരണം നല്ല തിരക്കാണ് സൺഡേയ്സിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി പർച്ചേസും അതുപോലെ തന്നെ എന്തെങ്കിലും ഫാമിലി ആയിട്ട് പുറത്ത് പോകൽ, ഡിന്നർ കഴിക്കൽ, ഔട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ഫ്രൈഡേയ്സിൽ അല്ലെങ്കിൽ സാറ്റർഡേയ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. സാറയ്ക്കും ക്ലാസ്സും സ്കൂളും ഒന്നും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലില്ല, വീക്കെൻഡ് സ്റ്റാർട്ടായല്ലോ. അപ്പോൾ സാറ്റർഡേയും സൺഡേയും ഒക്കെ സാറാക്ക് സ്കൂളും ഇല്ല. അപ്പോൾ അങ്ങനെ ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സ്കൂളുള്ള ദിവസം ആകുമ്പോൾ മോളെ നമ്മളൊരു 7:30 ആകുമ്പോഴത്തേനും ഡിന്നറും കൊടുത്തിട്ട് കിടത്തി ഉറക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉറക്കവും ഫുഡും എല്ലാം കുറച്ച് ലേറ്റും കാര്യങ്ങളും ഒക്കെ രാത്രി നമ്മൾ കുറച്ച് ലേറ്റ് ആവുന്നതൊക്കെ ഈ ഒരു ഫ്രൈഡേ സാറ്റർഡേ ദിവസങ്ങളിലാണ്. അപ്പോൾ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല ചൂട് പുട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമായും അതിൻ്റെ ഒപ്പം ചിക്കൻ ഫ്രൈ ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. ആ ചിക്കൻ ഫ്രൈയും പുട്ടും കൂടെ ചേർത്ത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഗ്രേപ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേപ്സ് കഴുകി അത് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഗ്രേപ്സാണ്, സീഡ്ലെസ് ഗ്രേപ്സാണ്, നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഒന്ന് വിശന്നപ്പോഴത്തേനും നമ്മൾ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലഞ്ചെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ഫിനി പറഞ്ഞിരുന്നു ലഞ്ചായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട, അവളുടെ വക നല്ല അടിപൊളി മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ലഞ്ച് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു പ്ലാനൊക്കെ മാറ്റിയിട്ട് ഫിനി നല്ല സൂപ്പർ മട്ടൻ ബിരിയാണി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പിക്കിളും പപ്പടവും അതുപോലെ തന്നെ കേടും എല്ലാം വെച്ചിട്ട് ഒരു അടിപൊളി, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എനിക്ക് വേണ്ട പോർഷൻ വിളമ്പി കഴിക്കുകയാണ്. നല്ല അടിപൊളി മട്ടനും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അപ്പോൾ നല്ല ആസ്വദിച്ച് ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ഇക്കായ്ക്കും ഈ സെയിം ബിരിയാണി തന്നെയാണ് കൊടുത്തത്. അപ്പോൾ സാറയ്ക്കും ബിരിയാണി തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇന്ന് ഫിനിയുടെ
സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ എന്താണ് ലെമൺ പിക്കിളും അതുപോലെ തന്നെ കേർഡും അതുപോലെ തന്നെ പപ്പടവും മട്ടൻ്റെ ഓരോ പീസും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ വയറ് നിറച്ച് നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും നമ്മളിതാ ചെറുതായിട്ട് ഒരു പിസ്ത ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എടുത്തു, അത് കഴിച്ചു. അതിനുശേഷം ഫിനി തന്നെ തന്ന ഡാർക്ക് ചോക്ലേറ്റ്, അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അപ്പം അതിൽ നിന്ന് ഒരു ചോക്ലേറ്റും കഴിച്ചു. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും ഒരു കുക്കീസ് എടുത്ത് കഴിച്ചു. ഒരു വീറ്റ് ഓറിയൻറ്റഡ് ഒരു കുക്കിയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ കുറച്ച് ഡേയ്സ് ആയിട്ട് നമ്മളെ നോക്കി ഫ്രിഡ്ജിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ചില്ലി ബജ്ജി മുളക്. അപ്പോൾ അതിനി ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകും. അപ്പോൾ ചീത്തയായി പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് ചൂട് ബജ്ജിയാണ് വൈകുന്നേരം നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് എടുത്തത്. ഞാൻ കുക്കിംഗ് വീഡിയോ ഇതിൽ അധികം ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ബജ്ജിയുടെ ബാറ്റർ റെഡിയാക്കിയത് കുറച്ച് മൈദയും കുറച്ച് കടലമാവും അതുപോലെ തന്നെ മുളക് പൊടിയും കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ബാറ്റർ റെഡിയാക്കി അതിനുശേഷം നമ്മുടെ മുളക് ബജ്ജി ഉണ്ടല്ലോ, ബജ്ജി മുളക് രണ്ടായിട്ട് നടുവേ കീറിയതിന് ശേഷം അത് മാവിൽ മുക്കിപ്പൊരിച്ചു. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്ക് കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡ് സ്റ്റാർട്ടായി, ഫ്രൈഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഡിന്നർ മാത്രമല്ല, നമുക്ക് കുറച്ച് പർച്ചേസും അങ്ങനെ നമ്മളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ മക്കളുമായിട്ട് നമ്മൾ ഇപ്പോൾ പുറത്ത് പോവാറുണ്ട്. കൂടുതലും ഫ്രൈഡേയിലോ സാറ്റർഡേയിലോ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പുറത്ത് പോവാറുണ്ട്. അപ്പോൾ ഫ്രൈഡേ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളെയൊക്കെ റെഡിയാക്കി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ കുറച്ച് നമ്മുടെ റോഡിലെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണെന്ന് നോക്കിയേ. രണ്ട് സൈഡിലും നല്ല വിരിച്ചതുപോലെയാണ് ഫ്ലവേഴ്സ് വിടർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ പേരെന്ന് പറയുന്നത് എനിക്ക് വിട്ടുപോയി. അപ്പോൾ ഭയങ്കരമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ ഏരിയാസിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലവേഴ്സ്, നമ്മുടെ ബന്ദി ആയിക്കോട്ടെ, നമ്മുടെ ജമന്തി ആയിക്കോട്ടെ, ഈ ഒരു എനിക്ക് പേര് മറന്നുപോയതാണ്. അപ്പോൾ ഇത് കണ്ടോ ആ ഒരു ഗ്രീൻ ലോൺസിൻ്റെ കൂടെ ഈ ഒരു ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വിടർന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണത്തില്ലേ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇതൊന്നും അല്ല, ഇതിനേക്കാളും ഭയങ്കര വ്യൂസ് എല്ലാ റോഡ് സൈഡിലും വേറെ ഏരിയയിലൊക്കെ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വിൻ്റർ ആയതുകൊണ്ട് തന്നെ റോഡിലെ കാര്യങ്ങളൊക്കെ ഇത്രയും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതിനുശേഷം ഈവനിങ് ആയപ്പോൾ ഏകദേശം രാത്രിയോടടുക്കാറായി. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ സ്നാക്സായിട്ട് മിനി പിസ്സയും അതുപോലെ തന്നെ ഒരു വെജ് സമൂസയും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 9:30 10 കൂടിയിട്ടാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ തക്കോലം റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. തക്കോലം റെസ്റ്റോറൻറ്റിൽ പോകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും അതുപോലെ തന്നെ അവരിങ്ങനെ ഓരോരോ ഡിഷസിൻ്റെയൊക്കെ അവരുടെ കണ്ടുപിടുത്തവും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് തക്കോലം റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോവാം, അവിടുത്തെ 1-2 ഡിഷസ് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പം അവിടെ കയറിയതിന് ശേഷം നമ്മൾ ഫുഡ് 1-2 ഐറ്റംസ് ഓർഡർ ചെയ്തു. ഒരുപാട് ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തില്ല, 1-2 ഐറ്റംസേ ഓർഡർ ചെയ്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ഓർഡർ ചെയ്താൽ അത് മുഴുവൻ പാഴ്സൽ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റുന്ന 1-2 ഡിഷസാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ കാണിക്കാം നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തെന്നുള്ളത്, ഞാൻ വഴിയെ കാണിക്കാം. ഏറ്റവും ആദ്യം തന്നെ ഇന്ന് വൈകുന്നേരം കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ചായ പതിവുള്ളതല്ല, പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി മടുത്തു. അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി നല്ല
സൂപ്പർ ചായ, ആവശ്യത്തിന് കടുപ്പവും ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ട് നല്ല പതപ്പിച്ച നല്ല അടിപൊളി ചായ. പിന്നെ തക്കോലം റെസ്റ്റോറൻറ്റിലെ ഉള്ളിലെ ആംബിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ സിനിമ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചുമര് ചിത്രം പോലെ ഉള്ള അടിപൊളി ആംബിയൻസ്. പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ്. അപ്പോൾ ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ട്, എനിക്ക് തോന്നുന്നു കോൺഫ്ലവറിൻ്റെയും മൈദയുടെയൊക്കെ ഒരു ബാറ്ററാണെന്ന് തോന്നുന്നു. പുറമേ നല്ല ക്രിസ്പി ആയിട്ട്, ഹണി ഗ്ലേസ്ഡ് എന്ന് പറഞ്ഞാലും ആ തേനിൻ്റെ ഒരു മധുരമോ കാര്യങ്ങളോ ഒന്നും അല്ല, ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സോസൊക്കെ ചേർത്തിട്ട് പുറമേ നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാധനം. സാധാരണ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പും കാര്യങ്ങളൊക്കെയാണ് കഴിക്കാറ്. ഇവിടെ വന്നപ്പോൾ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വെറൈറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ പുറത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് എള്ളും അതുപോലെ തന്നെ നന്നായിട്ട് കുറച്ച് ഓണിയൻസും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആണെങ്കിൽ പോലും ഹണിയുടെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി സോസിൻ്റെ മുകളിൽ എല്ലാം കൂടെ ചേർത്ത് ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്തത് പത്തിരി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. പത്തിരി തളിക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റാണ്. കട്ടിപ്പത്തിരി, കൈറൊട്ടി, കയ്യൊറോട്ടി എന്നൊക്കെ പറയും. പിന്നെ മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ പൊരിച്ച പത്തിരി ഉണ്ടല്ലോ, പൊരിച്ച പത്തിരി ഒരു സ്പെഷ്യൽ ഗ്രേവിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്ത് എടുത്തതാണ്. പിന്നെ അപ്പുറത്ത് ചിക്കൻ ഫ്രൈ. പിന്നെ ഇതെന്ന് പറയുന്നത് സവോള, മുളക് പൊടി, ഉപ്പ്, വിനേഗർ ഒക്കെ ചേർന്നിട്ട് ഒന്ന് ആക്കിയെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ തളികയുടെ മുഴുപ്പ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലും ചെറിയ പോർഷൻസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഓൾറെഡി സെറ്റാണ്. പിന്നെ ഈ തളിക കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് കഴിച്ചാലും നമ്മളെക്കൊണ്ട് തീരത്തില്ല. അപ്പം എന്തായാലും ഉറപ്പായിട്ടും പാഴ്സലിനുള്ള വകയായി. അപ്പോൾ ഞാൻ എന്താണേലും പത്തിരിയും 2 ടൈപ്പ് പത്തിരിയാണ്. ഒന്ന് നമ്മുടെ കയ്യൊറോട്ടി എന്ന് പറയും. പിന്നെ രണ്ടാമത്തത് നമ്മുടെ പൊരിച്ച പത്തിരി. അതൊക്കെ ഒരു സ്പെഷ്യൽ ഗ്രേവിയിലൊക്കെ ഇട്ട് തിരുമ്മി എടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ അവരുടെ പേജ് ഒന്ന് നോക്കിയപ്പോഴത്തേനും ഒരുപാട് വെറൈറ്റി ഡിഷസാണ് അവർ ഓരോ വീക്കെൻഡ്സിലും അല്ലെങ്കിൽ ഓരോ ഡേയ്സിലും അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മയണൈസ് ഉണ്ടായിരുന്നു. അതെന്തിനാണെന്നുള്ള എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ മയണൈസൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ബൗളിൽ ഗ്രേവിയാണ് അവരോട് ചിക്കൻ ഗ്രേവി അല്ലെങ്കിൽ ബീഫ് ഗ്രേവിയാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിൻ്റെ കൂടെ മയണൈസ് സെറ്റാവത്തില്ല. ആ ഒരു കണ്ടുപിടുത്തം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നമ്മുടെ ഡിന്നറൊക്കെ കഴിച്ചു. വളരെ ടേസ്റ്റി ഡിലീഷ്യസ് യമ്മി ആയിട്ടുള്ള ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾക്ക് കുൽഫി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുൽഫി എടുത്തു. കുൽഫി എന്ന് പറയുമ്പോൾ പിസ്ത ഫ്ലേവേർഡ് ആയിട്ടുള്ള കുൽഫിയാണ്. അപ്പോൾ അത് പൊട്ടിച്ച് നമ്മളെല്ലാവരും കൂടി കുറച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീക്കെൻഡ് വിശേഷങ്ങൾ അല്ലെങ്കിൽ ഫ്രൈഡേ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇളയ മോൾക്കും കുറച്ച് കുൽഫിയൊക്കെ കഴിക്കാൻ കൊടുത്തു. അവളും അത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കുന്നേ ഉള്ളൂ. അത് ബാക്കിയും കഴിച്ച് സപ്പോർട്ട് ചെയ്തത് സൈറയും ഞാനും നമ്മളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഫ്രൈഡേ അല്ലെങ്കിൽ വീക്കെൻഡ് സ്പെഷ്യൽ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ ഫ്രൈഡേ സാറ്റർഡേ വീക്കെൻഡ് വിശേഷങ്ങളുമായിട്ട്, സാറ്റർഡേയിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡിന്നർ, അതുപോലെ തന്നെ ഹോംലി ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഫിനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ ബിരിയാണി എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പാഴ്സലും വാങ്ങിച്ച് തക്കോലം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ നമ്മുടെ ദുബായ് ഫ്രെയിമും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ തക്കോലം റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ദുബായിൽ കരാമേലാണ്. അപ്പോൾ കരാമേൽ നമ്മളിപ്പോൾ കരാമയിൽ നിന്ന് വർസാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദുബായ് ഫ്രെയിം. അപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ചെറിയൊരു ഷോട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും നമ്മുടെ ചെറിയ സ്പെഷ്യൽ ഫ്രൈഡേ സ്പെഷ്യൽ ഡിന്നർ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഔട്ടിംഗ് വിശേഷങ്ങളും അതും ഇതുമൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ കാര്യമായിട്ടുള്ള നമ്മൾ
ആയിട്ടുള്ള പർച്ചേസും അതുപോലെ തന്നെ മാൾ വിസിറ്റും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡ് അടിക്കൽ പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.